ഹേമകൂട ക്ഷേത്രങ്ങൾ എന്ന് പരാമർശിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ ഒരു സമൂഹമാണ് ഈ വീഡിയോയിലുള്ളത്. വിജയനഗര കാലഘട്ടത്തിന് മുമ്പ് നിർമ്മിക്കപ്പെട്ട പല വലിപ്പത്തിലും ആകൃതിയിലും ഉള്ള 30ഓളം ക്ഷേത്രങ്ങളാണ് ഹേമകൂട മലയുടെ ഈ ചരിവിൽ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നത്. ഒറ്റ ശ്രീകോവിൽ, ഇരട്ട ശ്രീകോവിലുകൾ, ട്രിപ്പിൾ ശ്രീകോവിലുകൾ ഉള്ളവയാണ് ഈ ക്ഷേത്രങ്ങൾ. 9-ാം നൂറ്റാണ്ട് വരെയെങ്കിലും പഴക്കമുള്ളവയാണ് ഇവയിൽ പല ക്ഷേത്രങ്ങളും. വിജയനഗര കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന വാസ്തുശൈലിയുടെ മികച്ച ഉദാഹരണങ്ങളായാണ് ഇവയെ പരിഗണിക്കുന്നത്. ഹേമകൂട മലയുടെ ഏറ്റവും മുകളിലുള്ള ഒരു ക്ഷേത്രമാണ് മൂല വിരൂപാക്ഷ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. ശാന്ത സ്വരൂപത്തിലുള്ള ശിവൻ ധ്യാനത്തിൽ ഇരുന്നത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പാർവതി അഥവാ പമ്പാംബികയുമായുള്ള ശിവന്റെ വിവാഹം നടന്നു കാണാൻ ആഗ്രഹിച്ച ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ശിവന്റെ തപസ് മുടക്കാനായി മന്മഥൻ എയ്തുവിട്ട കാമബാണം ഏറ്റ ശിവൻ കോപാകുലനായി തൻ്റെ തൃക്കണ്ണ് തുറന്ന് മന്മഥനെ എരിച്ചു കളഞ്ഞു എന്നും അപ്പോഴുണ്ടായ ചൂടിൽ അവിടെയുണ്ടായിരുന്ന കുറച്ച് പാറകല്ലുകളും മറ്റും ഉരുകി ഒലിച്ച് താഴെ ഉണ്ടായതാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള മന്മഥഹോണ്ട എന്ന ക്ഷേത്രകുളം എന്നുമാണ് ഐതിഹ്യം. ഈ ഹേമകൂട ക്ഷേത്രങ്ങൾ ഓരോന്നും വ്യത്യസ്ത ശൈലികളിൽ ഉള്ളവയാണ്. ഇവയുടെയൊക്കെ ആ തൂണുകളുടെയൊക്കെ നിർമ്മാണം ശ്രദ്ധിക്കുക. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ നിർമ്മാണ സാമഗ്രികളും യന്ത്രസഹായവും ഒന്നുമില്ലാതെ ഇത്ര കണിശമായിട്ടും ഇത്ര ഭംഗിയായിട്ടും അത് നിർമ്മിച്ചവരെ നമ്മൾ ആരും നമിച്ചു പോകും. ക്ഷേത്രങ്ങൾ പലതുമല്ല, ഈ ഹേമകൂട ക്ഷേത്രങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ആരാധനയൊന്നും ഉള്ളവയല്ല. ഇതിൽ ഒരു ക്ഷേത്രം മാത്രം ചുറ്റുമതിലോട് കൂടിയത് നേരത്തെ കണ്ടിരുന്നു. ആ ക്ഷേത്രത്തിൽ മാത്രമേ നിത്യപൂജയും മറ്റും ഉള്ളൂ. അവിടെ തദ്ദേശീയരായ ധാരാളം ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്താറുമുണ്ട്. താഴെ കാണുന്ന ഗോപുരമാണ് ഹംപി ക്ഷേത്രത്തിൻ്റെ അഥവാ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രഗോപുരം. ഈ മൂലസ്ഥാനത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രം താഴേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് വിരൂപാക്ഷ ക്ഷേത്രം എന്നാണ് കരുതുന്നത്.